ബൈപോളാർ ലോകത്തെ പറ്റി പറയുമ്പോൾ ലോകം 2 സിസ്റ്റംസ് ആയിട്ടാണ് വിഭജിക്കപ്പെട്ടിരുന്നത്. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, 2 സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സിസ്റ്റം, ലെറ്റ്സ് എ സോഷ്യലിസ്റ്റ് ഓർഡർ. ഈ സോഷ്യലിസ്റ്റ് ഓർഡർ ആണ് വീണുപോയത് 91-ല്. അപ്പൊ അത് ബേസിക്കലി കോൾഡ് വാറിന്റെ അന്ത്യം എന്ന് പറയുന്നത് US കേന്ദ്രിതമായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ മേൽക്കൈയാണ്. ആ ഒരു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലും നിലനിന്നിരുന്ന ഒരു ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഓർഡറിന്റെ വിജയമാണ് നമ്മൾ 91-ൽ കാണുന്നത്. അപ്പൊ അതിനുശേഷം അത് ലോകവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ, ആ ഒരു US കേന്ദ്രിതമായിട്ടുള്ള ഒരു ഓർഡർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ കാണും. ഇന്ത്യൻ ഇക്കോണമി ഓപ്പൺ അപ്പ് ചെയ്യുന്നത് 1991-ലാണ്. അതായത് ആ ഒരു ഗ്ലോബലൈസേഷനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് 91-ലാണ്. അപ്പോൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ആ ഒരു ലിബറൽ ഇക്കണോമിക് ഓർഡർ, അതേസമയം തന്നെ ഒരു ലിബറൽ ഇന്റർനാഷണലിസ്റ്റ് പൊളിറ്റിക്കൽ ഓർഡർ, അതിന്റെ ഒരു വ്യാപനമാണ് നമ്മൾ 90s മുതൽ കണ്ടു തുടങ്ങിയത്. അത് ഈ യൂണിപോളാരിറ്റിയുടെ അന്ത്യത്തോടു കൂടി ആ ഒരു ഓർഡർ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം.